നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2ന്റെ ക്രിസ്മസിന്റെ ടൈം ടേബിൾ വന്നു, ഫിക്സ് ചെയ്തു. അത്യാവശ്യം നല്ല ടൈം ടേബിൾ, എല്ലാ ദിവസവും സാധാരണ പരീക്ഷ ഉള്ളതാണ്, ഇതും പരീക്ഷകളുണ്ട്. എന്നാൽ പോലും ആശ്വസിക്കാവുന്ന ഒരു ടൈം ടേബിളാണ്. നല്ല രീതിയിൽ ടൈം ടേബിൾ ഇടുന്നുണ്ട് ഈ വർഷം. അതെന്തോന്ന് അറിയത്തില്ല. മാർച്ച് 1-ാം തീയതി നമ്മുടെ പബ്ലിക് എക്സാം തുടങ്ങുമ്പോഴും ആദ്യം തുടങ്ങുന്നത് ഐശ്വര്യമായിട്ട് ഫിസിക്സ് ആണ്. ഈ വട്ടം ക്രിസ്മസ് പരീക്ഷ തുടങ്ങുന്നത് +2കാർക്ക് ഫിസിക്സ് ആണ്. അന്നേരം ഞാൻ +2കാരുടെ ടൈം ടേബിൾ ഒന്ന് വായിക്കാം. 12-ാം തീയതി ഡിസംബർ 12-ാം തീയതി ഐശ്വര്യത്തോടുകൂടി ഫിസിക്സ് തുടങ്ങും. ഐശ്വര്യത്തിൻ്റെ സൈറൻ അവിടെ മുഴങ്ങുകയാണ്. 13-ാം തീയതി ഹോം സയൻസും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ ഉണ്ട്. 14-ാം തീയതി മാത്സ് ആണ്. 15-ാം തീയതി കെമിസ്ട്രി ആണ്. പിന്നെ 15-ാം തീയതി കഴിഞ്ഞിട്ട് 18-ാം തീയതി ഒന്നും ഇല്ല നിങ്ങൾക്ക്. 19-ാം തീയതി ബയോളജി. 15 കഴിഞ്ഞിട്ട് ഒറ്റച്ചാട്ടത്തിന് 19-ാം തീയതി 3 ദിവസം ഉണ്ട് ബയോളജി പഠിക്കാൻ. 20-ാം തീയതി ഇംഗ്ലീഷും 21-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജും. നിങ്ങൾക്ക് 22-ാം തീയതിയാണ് പൊതുവേ തീരുന്നത്, പബ്ലിക് എക്സാം തീരുന്നത്. പക്ഷേ ക്രിസ്മസ് പരീക്ഷ തീരുന്നത്. പക്ഷേ അത് എക്കണോമിക്സും ഇലക്ട്രോണിക് സിസ്റ്റം ഒക്കെയാണ്. എന്നാൽ 21-ാം തീയതി സയൻസുകാർക്ക്, കമ്പ്യൂട്ടർ സയൻസുകാർക്കും ബയോളജി സയൻസുകാർക്കും, പൊതുവെ സയൻസുകാർക്ക് 21-ാം തീയതി കൊണ്ട് ടമാർ പടാർ പരീക്ഷ തീരും. അന്നേരം അത്യാവശ്യം നല്ല ടൈം ടേബിൾ തന്നെ പറയാം. ഓരോ ദിവസം ഇടപെട്ടാണെങ്കിൽ പോലും ബയോളജിക്ക് 2 ദിവസമെങ്കിലും കിട്ടിയല്ലോ. അതുപോലെ മാത്സിന് 1 ദിവസം കിട്ടുന്നുണ്ട്. ഹോം സയൻസുകാർ കമ്പ്യൂട്ടർ സയൻസും അല്ലെങ്കിൽ അവർക്ക് ഒരു മാത്സിന് ബയോളജി സയൻസുകാർക്ക് 1 ദിവസം കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ടൈം ടേബിളാണ്. നന്നായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ക്ലാസ് ആവശ്യമുള്ളവർ നിങ്ങൾ കമൻറ്റ് ബോക്സിനകത്ത് ക്ലാസ്സുകൾ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് നോട്ട്സുകൾ ആവശ്യമുണ്ട്, ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇട്ടേക്കുക. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടിപൊളി ക്ലാസ്സുകളുമായിട്ട് വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ. അണ്ടിൽ ദെൻ ബൈ ബൈ. നെവർ എവർ ഗിവ് അപ്പ്.